Be fearful when others are greedy and be greedy when others are fearful. അതായത് മറ്റുള്ളവർ പാനിക്കാവുമ്പോൾ നമ്മൾ സ്റ്റോക്കിലോട്ട് എൻട്രി എടുക്കുക അല്ലെങ്കിൽ കുറേശ്ശെ വാങ്ങിക്കൂട്ടുക. അതുപോലെ തന്നെ മറ്റുള്ളവർ ഗ്രീഡി ആവുമ്പോൾ നമ്മൾ കുറച്ച് കോഷ്യസ് ആയിട്ട് മാറി നിൽക്കുക. ഇത് ഞാൻ പറഞ്ഞതല്ല, നിക്ഷേപ ലോകത്തെ രാജാവായ വാരൻ ബഫറ്റിൻ്റെ വളരെ പ്രശസ്തമായ കോട്ടാണിത്. അപ്പോൾ കഴിഞ്ഞ 3-4 മാസങ്ങളായി, അതായത് ഏകദേശം ഒക്ടോബർ മുതൽ ഈ മാർച്ച് വരെ, ഇന്ന് മാർച്ച് 22 ആണ്, ഈ മാർച്ച് വരെ മാർക്കറ്റ് ഇടിയുകയായിരുന്നു. ഏകദേശം 26,200 നിന്നും ഏകദേശം 21,900 വരെ പോയി. ആൾമോസ്റ്റ് ഒരു 15-20% ഈ ഒരു ഹൈയിൽ നിന്നും നന്നായിട്ട് ഇടിഞ്ഞ് താഴെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് മികച്ച സ്റ്റോക്കുകൾ അതിൻ്റെ ഒരു ബൈയിങ് ലെവലിൽ എത്തിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇതൊരു ബൈയോ അല്ലെങ്കിൽ ഒരു സെല്ലോ റെക്കമെൻഡേഷനോ ഒന്നുമല്ല. ഞാൻ എൻ്റേതായിട്ടുള്ള സ്റ്റോക്കിൻ്റെ വ്യൂ ഇവിടെ ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടി ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അല്ലാതെ ഒരു ബൈ സെൽ റെക്കമെൻഡേഷനായിട്ട് എടുക്കരുത്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു ബൈയോ സെല്ലോ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് ഡിസ്കസ് ചെയ്യുക, അവരുടെ അപ്രൂവലൊക്കെ മേടിച്ച് മാത്രം ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞത് പല സ്റ്റോക്കുകളും അതിൻ്റെ ഒരു വാല്യൂഷനിൽ നിൽക്കുകയാണ്. അപ്പോൾ FISഉം DASഉം അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സും ഒരുപോലെ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് അല്ലെങ്കിൽ അവരുടെ സ്റ്റേക്ക് കൂട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിലൊരു പൊട്ടൻഷ്യൽ ഉണ്ടായിരിക്കും. അത് മാർക്കറ്റ് ഏകദേശം 15-20% ഡിപ്പായപ്പോൾ FISഉം DASഉം അതുപോലെ തന്നെ പ്രൊമോട്ടേഴ്സുമൊക്കെ ഒരുപോലെ സ്റ്റേക്ക് ഇൻക്രീസ് ചെയ്ത ചില സ്റ്റോക്കുകളുണ്ട്. ആ സ്റ്റോക്കുകളെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയുന്നത്. മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്രേഡ് ഫോർ ലിവിങ്. ട്രേഡ് ഫോർ ലിവിങ്ങിൻ്റെ മറ്റൊരു കുഞ്ഞു വലിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ചില മാസങ്ങളായിട്ട് വീഡിയോസ് ചെയ്തിട്ടില്ല. അത് വേറൊന്നും കൊണ്ടല്ല, സെബിയുടെ ഒരു പ്രോത്സാഹനം കൊണ്ട് തന്നെയാണ്. അപ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്ത രീതിയിൽ നിൽക്കുമായിരുന്നു. അപ്പോൾ സെബിയുടെ ഗൈഡ് ലൈൻസിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് 3 മാസം മുമ്പുള്ള കമ്പനിയുടെ അല്ലെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് വേണമെങ്കിൽ നമുക്ക് മെൻഷൻ ചെയ്യാം. പക്ഷേ കറണ്ട് പ്രൈസ് മെൻഷൻ ചെയ്തുകൊള്ളേ ഉള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ചില കമ്പനികളെക്കുറിച്ച് പറയും. അതായത് ഈ പറയുന്ന FISഉം DASഉം പ്രൊമോട്ടേഴ്സും ഒക്കെ സ്റ്റേക്ക് കൂട്ടിയതോ അല്ലെങ്കിൽ പ്ലഡ്ജിങ് കുറച്ച് കൊണ്ടുവന്നതോ ആയിട്ടുള്ള മികച്ച 1-2 സ്റ്റോക്കുകൾ ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഒരുപാട് സ്റ്റോക്കുകൾ പറയാൻ നമുക്ക് സമയം അനുവദിക്കില്ല. അത് തീർച്ചയായിട്ടും അതൊരു ലെങ്തി വീഡിയോ ആയി പോകും. എനിക്കും വീഡിയോ വലിച്ചു നീട്ടുന്നതിൽ വലിയ താല്പര്യമില്ല. അപ്പോൾ 1-2 സ്റ്റോക്കുകളെ കുറിച്ച് നമുക്ക് പറയാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ആദ്യത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇൻഡസ് ടവേഴ്സ് ആണ്. ഇൻഡസ് ടവേഴ്സ് എന്ന് പറയുന്നത് ടെലികോം ടവേഴ്സും അതിനോടനുബന്ധിച്ച ഇൻഫ്രാസ്ട്രക്ചർ സർവീസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഇൻഡസ് ടവേഴ്സ്. ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ടവർ സപ്പോർട്ട് കമ്പനീസ് ആണ്, അല്ലെങ്കിൽ ടവർ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് സർവീസ് ഷെയർഡ് സർവീസ് നൽകുന്ന ഒരു കമ്പനിയാണത്. അത്യാവശ്യം മികച്ച ഫണ്ടമെന്റൽസ് ആണുള്ളത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ FISഉം DASഉം ഒരുപോലെ കൺസിഡർ ചെയ്യുന്ന കമ്പനികളിലൊന്നാണ്. ഞാനൊന്ന് ഓടിച്ചു പോവാം. ഇപ്പോൾ ലാസ്റ്റ് 2 ക്വാർട്ടർ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. സെപ്റ്റംബർ 2024 24.19 ഡിസംബർ 2024 26.15, ഓൾമോസ്റ്റ് 2% ഒരു സ്റ്റേക്ക് കൂട്ടിയിട്ടുണ്ട് FIS നോക്കുകയാണെങ്കിൽ അതിൻ്റെ മെയിൻ പ്രൊമോട്ടർ എന്ന് പറയുന്നത് നമ്മുടെ എയർടെലാണ്. ബാക്കിയുള്ള FISൽ പ്രൊമോട്ടർ എന്ന് പറയുന്നത് എയർടെലാണ്. FISൽ വരുന്നത് ഗവൺമെൻറ് പെൻഷൻ ഫണ്ട്, ബാക്കിയെല്ലാം നമ്മുടെ DAS ആണ് വരുന്നത്. അപ്പോൾ FISൽ സ്റ്റേക്ക് കൂട്ടിയിട്ടുണ്ട്. DASൽ നോക്കാം. DAS 12.96 to 13.32 ആയിട്ട് മാറിയിട്ടുണ്ട് ഡിസംബർ ക്വാർട്ടറിൽ. അതും കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടിലും എന്തായാലും ഈ മാർക്കറ്റ് ഇത്രയും തകർന്ന് കിടന്നപ്പോഴും ഈ 2 വൻ സ്രാവുകൾ അല്ല ഈ പറയുന്ന FISഉം DASഉം ഈ ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, കൂടുതൽ സ്റ്റേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ പ്രൊമോട്ടേഴ്സ് പ്ലഡ്ജ് റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർ സ്റ്റേക്ക് കുറച്ച് സെല് ചെയ്തിട്ടുണ്ട്. പക്ഷേ അത് പ്ലഡ്ജ് റിലീസ് ചെയ്യാനായിരിക്കും. എന്തായാലും അതൊരു നല്ലൊരു സിഗ്നലാണ്. കാരണം പ്ലഡ്ജ് 5.66 നിന്ന് 0 ആക്കി മാറ്റിയിട്ടുണ്ട്. അറിയാലോ, അവർ പ്ലഡ്ജ് ചെയ്തിട്ടുള്ളത് റിലീസ് ചെയ്തത് ഒരു നല്ലൊരു സിഗ്നലാണ്. അല്ലാതെ 53 നിന്ന് ആൾമോസ്റ്റ് 50 ആയിട്ട് സ്റ്റേക്ക് കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് കടം തീർക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്ലഡ്ജ് ചെയ്തിട്ടുള്ള റിലീസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളതാകാം. എനിവേ FISഉം DASഉം അത്യാവശ്യം സ്റ്റേക്ക് കൂട്ടിയിട്ടുണ്ട്. അവർക്ക് എന്തെങ്കിലും പൊട്ടൻഷ്യൽ കാണാതെ അവരത് ചെയ്യത്തില്ല. ഇത് ജസ്റ്റ് ഒരു സ്റ്റഡി പർപ്പസിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇത് നിങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യരുത് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട്.
അതുപോലെ ഈ നിങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്തിട്ട് എൻ്റെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റും ചെയ്യരുത്. ഞാൻ പറഞ്ഞിട്ട് വാങ്ങി വിറ്റു എന്ന് പറഞ്ഞിട്ട് വരരുത്. കാരണം ഇതൊരു സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമാണ് എൻ്റെ ഒരു വ്യൂ ഞാൻ ഷെയർ ചെയ്യുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ നിങ്ങൾക്ക് പഠിക്കണമെങ്കിൽ നിങ്ങൾ ഈ സ്റ്റോക്കിനെ കൺസിഡർ ചെയ്യുന്നെങ്കിൽ ഒരുപക്ഷെ ഈ പോയിന്റ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. റൈറ്റ്. അതിന് റിസൾട്ട് നമുക്ക് നോക്കാം. അത്യാവശ്യം ഡെലിവറി വോളിയൊക്കെ അത്യാവശ്യം ഉള്ളതാണ്. വീക്ക്ലി ആവറേജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 3.1 million and 5.4 ആണ്. 3.1 million ഡെലിവറി കമ്പൈൻഡ് ഡെലിവറി വോളിയം വീക്ക്ലി ഉണ്ട്. മന്ത്ലിയും അത്യാവശ്യം 3.4 ഉണ്ട്. ഡെയിലി ഫൈൻ, ഐ മീൻ 3 to 4 അല്ലെങ്കിൽ 3 to 5, ആ ഒരു 3 to 5 million ആ ഒരു ഇടയ്ക്ക് നിൽക്കുവാണ് വോളിയം എന്ന് പറയുന്നത്. ദാറ്റ്സ് ഫൈൻ. നമുക്ക് റിസൾട്ട് നോക്കാം. ഇത് ട്രെൻഡ് ലൈൻ എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. അത്യാവശ്യം നല്ലൊരു വെബ്സൈറ്റാണ്. നമുക്ക് ഇയർ ഓവർ ഇയർ നോക്കാം. ഡിസംബർ 2023 7297.9 ക്രോസ് ആയിരുന്നു. ഇവിടെ വന്നിട്ട് 7631. ഞാൻ എല്ലാ പോയിന്റിലോട്ടും പോകുന്നില്ല, എങ്കിലും വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോവും. അടുത്ത EPS എന്ന് പറയുന്നത് കഴിഞ്ഞ ക്വാർട്ടറിനേക്കാളും ഈ ക്വാർട്ടറിൽ കൂടിയിട്ടുണ്ട്. കഴിഞ്ഞ ഡിസംബറിൽ 20.7 ആയിരുന്നു, ഇപ്പോൾ 37.9 ആണ് ഈ ഒരു ഡിസംബർ 2004. തീർച്ചയായിട്ടും നമുക്കതൊരു കാണാൻ പറ്റുന്നത്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഓക്കെ നല്ലതാണ്. കാരണം ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കുറച്ചു കൊണ്ടുവരുന്നതാണ് ഒരു നല്ലൊരു കമ്പനി എന്ന് പറയുന്നത്. 2603 നിന്നും 592, അതൊരു സ്പെൻഡിങ് ആണ്, അവർ കുറച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റും 4862 നിന്നും 6954 ആയിട്ട് മാറിയിട്ടുണ്ട്. ഈവൻ പ്രോഫിറ്റ് മാർജിനും 92% ആയിട്ട് മാറിയിട്ടുണ്ട്. ബാക്കിയെല്ലാം നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. സോ ഇതിൻ്റെ ഒരു ഫണ്ടമെന്റൽസ് എങ്ങനെയാണെന്ന് നോക്കാം. സോ നമ്മൾ പറഞ്ഞത് ഏതാണ്? ഇൻഡസ്റ്റേഴ്സ് സ്റ്റോക്ക് പി എന്ന് പറയുന്നത് 9.4 ആണ്. ഇൻഡസ്ട്രി പി എന്ന് പറയുന്നത് 14.2 ആണ്. എപ്പോഴും ഇൻഡസ്ട്രി പിയിനേക്കാളും താഴെ അത്യാവശ്യം നല്ലൊരു പൊട്ടൻഷ്യലുള്ള സ്റ്റോക്ക് ആയിരിക്കും. അല്ലെങ്കിൽ എപ്പോഴാണോ അത് ഇൻഡസ്ട്രി പിയോട് അടുത്ത് വരുന്നത്, അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു അപ്രീഷിയേഷൻ എന്ന് പറയുന്നത് അതിനെ കൺസിഡറേറ്റ് ആയിരിക്കും. അതായത് ഒരു 14 ആകുമ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രൈസ് നല്ലൊരു അപ്സൈഡ് വരാൻ ചാൻസ് ഉണ്ടാകാം. ഓക്കെ. ഫ്രീ ക്യാഷ് ഫ്ലോ നല്ലതാണ്. അതുപോലെ തന്നെ ROE ROC അത്യാവശ്യം 15 മേളിലാണ്. ഇവിടെ 22.1 24.2 ആണ്. FI ഹോൾഡിംഗ് നമ്മൾ പറഞ്ഞു, ഓൾമോസ്റ്റ് 2% കയറിയിട്ടുണ്ട്. EPS ലാസ്റ്റ് ഇയർ 22.4. ഓക്കെ, ഞാൻ എല്ലാ ഇതിലോട്ടും പോകുന്നില്ല. ഇൻഡസ് ആണ്. സോ നമുക്കതിൻ്റെ ചാർട്ട് നോക്കാം. ഇൻഡസ് ടവേഴ്സ്. ഓക്കെ. അപ്പോൾ ഞാനിതിൽ വാങ്ങാനും വിൽക്കാനും ഒന്നും പറയുന്നില്ല. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് ഞാനിവിടെ ഈ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പറയുന്നതേ ഉള്ളൂ. ഒരുപക്ഷെ നാളെ കോടതിയിൽ കയറേണ്ടി വന്നാൽ, കാരണം ഇപ്പോൾ ഒന്നും പറയാൻ പറ്റാത്തൊരവസ്ഥയാണ്. സോ സെബി പറഞ്ഞിട്ടുണ്ട് 3 മാസത്തിന് മുമ്പുള്ള പ്രൈസ് നമുക്ക് വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. സോ 3 മാസം എന്ന് പറയുന്നത് ഏതാണ്? ഡിസംബർ എന്ന് പറയുന്നത് ഓക്കെ, നമുക്ക് നവംബറിൽ എടുക്കാം. അപ്പോൾ നവംബർ, ഡിസംബർ, ജനുവരി, റൈറ്റ്. അപ്പോൾ നവംബറിലുള്ള ആ ഒരു പ്രൈസ് എന്ന് പറയുന്നത് 320 325 ആ റേഞ്ചാണ്. അപ്പോൾ 3 മാസം മുമ്പുള്ള പ്രൈസ് എന്ന് പറയുന്നത് 320 സംതിങ് ആണ്. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ സ്റ്റഡിയിൽ ഇത് ഉൾപ്പെടുത്തുക. ഓക്കെ. കാരണം നമുക്കൊന്നും പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്, റൈറ്റ്. സോ അത്യാവശ്യം നല്ല സ്റ്റോക്കാണ്. നിങ്ങൾ ഇത് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യരുത്. ഈ ഒരു വീഡിയോ ബേസ് ചെയ്തിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുമായിട്ട് അനലൈസ് ചെയ്തിട്ട് ശേഷം മാത്രം എടുക്കുക, റൈറ്റ്. അപ്പോൾ നമ്മൾ ഇൻഡസ് ടവേഴ്സിനെ കുറിച്ച് പറഞ്ഞു. അതിൻ്റെ FISൻ്റെയും DISൻ്റെയും സ്റ്റേക്ക് കൂട്ടിയതിനെ കുറിച്ച് പറഞ്ഞു. പിന്നെ അതിൻ്റെ അത്യാവശ്യം ഫണ്ടമെന്റൽസ് നോക്കി. അതുപോലെ തന്നെ അതിൻ്റെ റിസൾട്ട് നോക്കി. സോറി. നമ്മുടെ അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് പിട്ടി എഞ്ചിനീയറിംഗ് ആണ്. പിട്ടിയുടെ നോക്കാം. പ്രൊമോട്ടർ ഹിസ്റ്റോറിക്കൽ മ്യൂച്വൽ ഫണ്ട് ഹോൾഡിംഗ് എന്ന് പറയുന്നത് അതും ഇൻക്രീസ് ആയിട്ടുണ്ട്. 12.56 നിന്നും 13.27 ആയിട്ട് ഡിസംബർ 2024 ക്വാർട്ടറിൽ കയറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ FISും FPIയും ആൾമോസ്റ്റ് 1.29 to 1.31% ആയിട്ട് സ്റ്റേക്ക് കൂട്ടിയിട്ടുണ്ട്. DIS എന്ന് പറയുന്ന ആദ്യമുള്ള എല്ലാ മ്യൂച്വൽ ഫണ്ടൊക്കെ കൈവച്ച ഒരു സാധനമാണ്. പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്നത് ശാരദ, ബദരി വിശാൽ, പിട്ടി, എക്സൽ ഒക്കെ അവരുടെ ഓണേഴ്സ് ആണ്. ഓക്കെ. DIS ഓക്കെ. FISൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നു. കൊടുത്തിട്ടില്ല.
ബട്ട് എഫേസിൻ്റെ പേര് കാണുന്നില്ല, ബട്ട് അവർ ഓൾ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് സ്റ്റേക്ക്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ പ്രൊമോട്ടേഴ്സ് ആണ്. പ്രൊമോട്ടേഴ്സ് 5628 നിന്ന് ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട്. 98953. ചെറിയൊരു പ്രൊമോട്ടർ സൈഡിൽ ചെറിയൊരു സെൽ ഓഫ് വന്നിട്ടുണ്ട്. ബട്ട് FISും മ്യൂച്വൽ ഫണ്ട്സും സ്റ്റേക്ക് കൂട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ഡിസംബർ 2023 ഇപ്പോൾ നമ്മൾ ഡിസംബർ 2024 വന്നിട്ടുള്ളൂ. 25 2025 റിസൾട്ട് ഒന്നും ഔട്ടായിട്ടില്ല. അപ്പോൾ 2023 296.9 ആയിരുന്നു, ഇപ്പോൾ 369 ആയി. അതുപോലെ തന്നെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് 44 നിന്ന് 68 മാറിയിട്ടുണ്ട്. അതുപോലെ EPS നോക്കാം. EPSും ഡിസംബർ 2023 നിന്ന് 31 ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ലൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ആണ് കാഴ്ചവെക്കുന്നത് PT എഞ്ചിനീയറിംഗ്. അപ്പോൾ നമുക്കതിൻ്റെ ഒരു പെട്ടെന്നൊരു ഫണ്ടമെന്റൽസ് നോക്കാം. PT PE എന്ന് പറയുന്നത് 32.4 ആണ്. ഇൻഡസ്ട്രി PE 34. ഇൻഡസ്ട്രി PEനേക്കാളും കുറച്ച് താഴെ നിൽക്കുകയാണ്. അത്യാവശ്യം ROEയും ROCയൊക്കെ നല്ലതാണ്. ഫ്രീ ക്യാഷ് ഫ്ലോ പോസിറ്റീവ് ആണ്. ലാസ്റ്റ് ഇയർ 28.1 ആയിരുന്നു EPS. ബാക്കിയൊക്കെ നോക്കുക. ഫേസ് വാല്യൂ 5. കറണ്ട് പ്രൈസ് 1010. അപ്പോൾ നമുക്ക് 3 months ഓൾഡ് പ്രൈസ് എത്രയും നോക്കാം. PT അപ്പോൾ 3 months എന്ന് പറയുമ്പോൾ എത്രയാണ്? ഓക്കെ, നവംബർ. ഓക്കെ, എന്തായാലും നമുക്ക് ജൂൺ 2020 ഒരു നല്ലൊരു ബേസ് എന്ന് പറയുന്നത് ജൂൺ 2024 പ്രൈസ് ആണ്. അതായത് ഏകദേശം 880, 890 ആ ഒരു റേഞ്ചിൽ. തീർച്ചയായിട്ടും നിങ്ങളത് പഠനത്തിന് വേണ്ടി ഉപയോഗിക്കുക. നിങ്ങൾ ഈ സ്റ്റോക്കിനെ കുറിച്ച് പഠിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ കൂടെ കൺസിഡർ ചെയ്യുക. അപ്പോൾ ജൂൺ 2024 പ്രൈസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 880-900 റേഞ്ചാണ്. ഓക്കെ, അത് എഗെയിൻ നിങ്ങൾ വാങ്ങാനോ വിൽക്കാനൊന്നും ഞാൻ പറയുന്നില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫിനാൻഷ്യൽ അഡ്വൈസറുമായിട്ട് അല്ലെങ്കിൽ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുമായിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്യുക. അദ്ദേഹം പറയുകയാണെങ്കിൽ വാങ്ങുക, വാങ്ങാതിരിക്കുക, എന്തെങ്കിലും ചെയ്യുക. ഇത് എൻ്റെ ഒരു ഒപ്പീനിയൻ മാത്രമാണ്. സോ അതിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി എനിക്ക് ഉണ്ടാവത്തില്ല. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റും ഒന്നുമല്ല. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു സ്റ്റുഡൻറ്റ് മാത്രമാണ്. റൈറ്റ്. സോ 2 സ്റ്റോക്കുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. സമയം ഒരുപാടായി, അതുകൊണ്ട് കൂടുതൽ സ്റ്റോക്കിലോട്ട് പോകുന്നില്ല. ഒരു സ്റ്റോക്ക് കൂടെ പറയാം. ഓക്കെ, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ സ്ഥിരം പറയുന്ന ഒരു ഇതാണ് പഠനത്തിന് വേണ്ടി. ഓക്കെ, ടെലിഗ്രാം ചാനലിൻ്റെ പേര് സ്റ്റോക്ക് ഫ്രണ്ട് എന്ന് സെർച്ച് ചെയ്യുക. മാക്രോടെക് ഡെവലപ്പേഴ്സ് അത്യാവശ്യം നല്ല ഓർഡർ ബുക്കുള്ള ഒരു കമ്പനിയാണ്. അവരുടെ FIs DIs എങ്ങനെയാണത് നോക്കാം. FIs 24.2 നിന്നും 24.45 ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. DIസും 0.53 നിന്ന് 0.71% ആയിട്ട് കൂട്ടിയിട്ടുണ്ട്. നോക്കാം ഏതൊക്കെയാണ് വൻ ഷോട്ടുകൾ. FIs എന്ന് പറയുന്നത് ന്യൂ വേൾഡ് ഫണ്ട്, ഗവൺമെന്റ് ഓഫ് സിംഗപ്പൂർ, GQG പാർട്ട്നേഴ്സ് എമർജിംഗ് മാർക്കറ്റ്സ് ഇക്വിറ്റി ഫണ്ട്, നമ്മുടെ LIC. ഓക്കെ, ഇതൊക്കെയാണ് അതിൻ്റെ FIs DIs എന്ന് പറയുന്നത്. പ്രൊമോട്ടേഴ്സ് ഓഫ് കോഴ്സ്, അവരുടെ പ്രൊമോട്ടേഴ്സും സ്റ്റേക്ക് അങ്ങനെ നോക്കി 72.11. പ്രൊമോട്ടേഴ്സ് ചെറുതായിട്ട് കുറച്ചിട്ടുണ്ട്, പക്ഷെ അവരുടെ പ്ലഡ്ജിങ് 0 ആണ്. പ്ലഡ്ജസ് ഇല്ല എന്ന് തന്നെ പറയാം. എന്തായാലും FISും മ്യൂച്വൽ ഫണ്ട് അത്യാവശ്യം സ്റ്റേക്ക് കൂട്ടുന്നുണ്ട്. അതൊരു നല്ല സൈനാണ്. ഇതിൻ്റെ റിസൾട്ട് നോക്കാം. നമുക്ക് റിസൾട്ട് പെട്ടെന്ന് ഒഴിച്ചു നോക്കാം. ഇയർ ഓവർ ഇയർ നോക്കാം. 2865 നിന്ന് 3572 ആയി മാറിയിട്ടുണ്ട്. ക്വാർട്ടർ ഓവർ ക്വാർട്ടർ ഫൈൻ 2652 നിന്നും 3572 ആയിട്ട് മാറിയിട്ടുണ്ട്. അടുത്ത ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഇയർ ഓവർ ഇയർ നോക്കുകയാണെങ്കിൽ 809 നിന്ന് 918 ആയിട്ട് പോയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, സോ ഇതൊക്കെ ലോങ് ടേമിന് അത്യാവശ്യം നല്ല കമ്പനികളാണ്. പക്ഷേ ക്വാർട്ടർലി റിസൾട്ട് ചിലപ്പോൾ ഡിപ്പായേക്കാം. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുമായിട്ടൊന്ന് ചെക്ക് ചെയ്യുക. ലോധ അല്ലെങ്കിൽ മാക്രോടെക് ഡെവലപ്പേഴ്സ്. അപ്പോൾ 3 മാസം മുമ്പുള്ള പ്രൈസ് എങ്ങനെയാണെന്ന് നോക്കാം. 3 മാസം മുമ്പുള്ളൊരു പ്രൈസ് നോക്കുകയാണെങ്കിൽ നവംബർ
ഒക്ടോബർ. ഓക്കെ, ഒക്ടോബർ 2024 ഏകദേശം 1060 1070 ആ റേഞ്ചിലാണ്. അപ്പോൾ ഈ ഒരു പഠനത്തിന് വേണ്ടി ഈ ഒരു ലെവൽ നോക്കി വെച്ചേക്കുക. എപ്പോഴും പറയുന്ന പോലെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യരുത്. ജസ്റ്റ് ഒരു തമാശയ്ക്ക് വേണ്ടി മാത്രം കണ്ട് മറന്ന് കളയുക. അല്ലെങ്കിൽ നിങ്ങളുടെ സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുമായിട്ട് ഡിസ്കസ് ചെയ്ത് നല്ല അനാലിസിസ് നടത്തിയിട്ട് വളരെ സേഫ് ആയിട്ടൊക്കെ എൻട്രി എക്സിറ്റ് ഒക്കെ ചെയ്യുക. ഇത് പറഞ്ഞിട്ട് നിങ്ങൾ ഇവർ വാങ്ങരുത്. അപ്പോൾ താങ്ക് യു ആൾ. വീഡിയോ ഇത്തിരി കൂടിപ്പോയെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ കുറച്ച് ഷെയർ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാമായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരു 6 മാസത്തിന് ശേഷമാണ് ഒരു വീഡിയോ ആയിട്ട് വന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സെബിയുടെ റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും അതെങ്ങനെ വ്യാഖ്യാനിക്കുമെന്ന് അറിയത്തില്ല. സോ ഇനി പുതിയ വീഡിയോകൾ ഇടാൻ ശ്രമിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ 3 മാസം മുമ്പുള്ള ഒരു പ്രൈസാണ് നമ്മളിപ്പോൾ റെഫർ ചെയ്യുന്നത്. നമ്മൾ കറണ്ട് പ്രൈസ് പറയുന്നില്ല. അതുപോലെ വാങ്ങാനും വിൽക്കാനൊന്നും പറയാറില്ല ഇപ്പോൾ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യണമെങ്കിൽ വല്ലപ്പോഴും സ്റ്റഡി കോൾസ് അവിടെ കൊടുക്കാറുണ്ട്. എഗെയിൻ വിൽപ്പനയും വാങ്ങലൊന്നും ഇല്ല, അവിടെ സ്റ്റഡി കോൾസ് കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് ഗ്രാഫ് ചാർട്ടുകളൊക്കെ കാണണമെങ്കിൽ അവിടെ ജോയിൻ ചെയ്യാം. അറ്റ് സ്റ്റോക്ക് ഫണ്ട് ഞാനിവിടെ കൊടുത്തേക്കാം, ലിങ്കിൽ കൊടുത്തേക്കാം. അതുപോലെ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യണമെങ്കിൽ താഴെ ജോയിൻ ബട്ടൺ ഉണ്ട്, അതിൽ ജോയിൻ ചെയ്താൽ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചുള്ള ചില ട്രിക്കും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. ബെസ്റ്റ് പ്രാക്ടീസസും ചില തന്ത്രങ്ങളും അൺകൺവെൻഷണൽ സ്ട്രാറ്റജീസും ഒക്കെ ഡിസ്കസ് ചെയ്യാം. ടിപ്സ് ഒന്നുമല്ല കേട്ടോ. ഓക്കെ, താങ്ക് യു ആൾ അഗെയിൻ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ഗുഡ് ബൈ.